ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. വാടാനപ്പള്ളി ഇസ്രയുടെ ഹിഫ്ദുൽ ഖുർആൻ ദഅ്വാ കോളേജ് എന്നീ സ്ഥാപനങ്ങളുടെ കെട്ടിടോദ്ഘാടനം നാളെ വാടാനപ്പള്ളിയിൽ ഖമറുൽ ഉലമ കാന്തപൂർ ഉസ്താദ് നിർവഹിക്കും. മർക്കസ് സംഘടിപ്പിക്കുന്ന ഖത്മുൽ ബുഖാരി ആത്മീയ സംഗമം ഈ മാസം 28-ന് ഒരുക്കങ്ങൾ പൂർത്തിയാവുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മലപ്പുറം ജില്ലാ പണ്ഡിത സമ്മേളനം ഈ മാസം 26-ന് മലപ്പുറത്ത്. ചരിത്രപ്രസിദ്ധമായ പൊന്നാനി ജുമുഅത്ത് പള്ളിയിൽ 508ാമത് ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. SJM ദേശീയ കൺവെൻഷൻ അജ്മീർ ഷെരീഫിൽ അടിസ്ഥാന വിദ്യാഭ്യാസം എല്ലാവർക്കും എന്ന പ്രമേയത്തിലാണ് കൺവെൻഷൻ. വയറുവേദനയ്ക്ക് ചികിത്സ തേടിയ യുവതിക്ക് അർബുദത്തിനുള്ള ശസ്ത്രക്രിയ. സംഭവം തിരുവനന്തപുരത്ത്. ബാംഗ്ലൂരു നഗരത്തെ പരിഭ്രാന്തിയിലായി തടാകങ്ങളിൽ നുരയും തീകുണ്ടവും. പ്രദേശവാസികൾ ആശങ്കയിൽ. ദൈവത്തിനൊരു കൈത്താങ്ങ. മദ്രസയിൽ പണപ്പിരിവ്. പണം നൽകാത്ത പിതാവിനും മകനും മർദ്ദനം. വിശുദ്ധമായ റമദാനിനോടനുബന്ധിച്ച് ശഅബാൻ മാസത്തിൽ നടക്കാറുള്ള കഅബ കഴുകൽ ചടങ്ങ് ഇത്തവണ നടന്നില്ല. വിശദമായ റിപ്പോർട്ട് KMIC ന്യൂസിൽ. മുസ്ലിമായ എന്ന കാരണത്താൽ പ്രമുഖ സ്വർണ്ണ വ്യാപാര കമ്പനി യുവാവിന് ജോലി നിഷേധിച്ചു. മുംബൈയിലാണ് സംഭവം. മേക്കപ്പ് വസ്തുക്കളിൽ മനുഷ്യമൂത്രം മുതൽ എലിക്കാഷ്ടം വരെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്ത്. KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ ഇന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. വാർത്തകൾ വിശദമായി. മുസ്ലിമായ എന്ന ഒറ്റക്കാരണത്താൽ മുംബൈയിലെ പ്രമുഖ സ്വർണ്ണ വ്യാപാര കമ്പനി യുവാവിന് ജോലി നിഷേധിച്ചു. കമ്പനിക്ക് ജോലിക്ക് അപേക്ഷിച്ച MBA ബിരുദധാരിയായ സീഷൻ അലി ഖാൻ എന്നയാൾക്കാണ് ദുരനുഭവമുണ്ടായത്. ക്ഷമിക്കണം, ഞങ്ങൾ മുസ്ലിങ്ങളെ ജോലിക്ക് എടുക്കാറില്ല എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ജോലി അപേക്ഷയ്ക്ക് കമ്പനി നൽകിയ മറുപടി. ഇമെയിൽ വഴി ലഭിച്ച മറുപടി സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ചതോടെ വിവാദമായി കഴിഞ്ഞു. മുംബൈയിലെ ഹരികൃഷ്ണ എക്സ്പോർട്സ് എന്ന കമ്പനിയാണ് യുവാവിന് മതപരമായ കാരണത്താൽ ജോലി നിഷേധിച്ചത്. ഇന്റർനാഷണൽ ബിസിനസിൽ MBA പൂർത്തിയാക്കിയ സീഷൻ കമ്പനിയിൽ ജോലിക്ക് അപേക്ഷ സമർപ്പിക്കുകയായിരുന്നു. സീഷനൊപ്പം അപേക്ഷിച്ച മുകുന്ദമണി, ഓംകാർ ബൻസോദ എന്നിവർക്ക് ജോലിക്കായുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ അറിയിപ്പ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ നിലപാട് തന്നെ ഞെട്ടിച്ചുവെന്ന് സീഷൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ തങ്ങളുടെ HR ട്രെയിനിക്ക് സംഭവിച്ച അബദ്ധമാണെന്ന് കാണിച്ച് ഒഴിഞ്ഞുമാറാനാണ് കമ്പനിയുടെ നീക്കം. വയറുവേദനയ്ക്ക് ചികിത്സ തേടിയ യുവതിയെ അർബുദത്തിനുള്ള ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയത് വിവാദമായി. വയറുവേദനയെ തുടർന്ന് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സക്കെത്തിയ യുവതിയെയാണ് അർബുദ രോഗത്തിന്റെ പേരിൽ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയത്. വട്ടപ്പാറ കല്ലയം കുളത്തുകാൽ കിഴക്കുംകര പുത്തൻവീട്ടിൽ ശോഭിന്റെ ഭാര്യ നീതുവാണ് ഡോക്ടർമാരുടെ പിഴവിനെ തുടർന്ന് അനാവശ്യ ശസ്ത്രക്രിയക്ക് വിധേയയായത്. കഴിഞ്ഞ 16-നായിരുന്നു ശസ്ത്രക്രിയ. വയറുവേദനയ്ക്ക് ആശുപത്രിയിലെത്തിയ നീതുവിനോട് ഡോക്ടർ സ്കാൻ ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതുപ്രകാരം MRI സ്കാൻ സെന്ററിൽ നിന്ന് സ്കാൻ ചെയ്തു. എന്നാൽ നീതുവിന് ലഭിച്ച സ്കാൻ റിപ്പോർട്ട് അർബുദ രോഗിയുടേതായിരുന്നു. തുടർന്ന് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നീതുവിനെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയത്. എന്നാൽ ശസ്ത്രക്രിയയിൽ രോഗമൊന്നും കണ്ടെത്താനായില്ല. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സ്കാൻ റിപ്പോർട്ട് മാറിയതായി ബോധ്യപ്പെട്ടത്. സംഭവത്തെ തുടർന്ന് DYFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇന്നലെ രാവിലെ SAT ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിച്ചു. അതേസമയം യുവതി മനുഷ്യാവകാശ കമ്മീഷൻ, ആരോഗ്യമന്ത്രി തുടങ്ങിയ ഉന്നതർക്ക് നൽകിയ പരാതിയെ തുടർന്ന് ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പ് സെക്രട്ടറിയോട് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഉത്തരവ് മന്ത്രി നൽകിയതോടെയാണ് ഉപരോധം അവസാനിച്ചത്. മേക്കപ്പ് വസ്തുക്കളിൽ മനുഷ്യമൂത്രം മുതൽ എലിക്കാഷ്ടം വരെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്ത്. മേക്കപ്പ് എന്നത് ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ഒരു ഘടകമാണ് പുതുതലമുറക്ക്. മുമ്പ് മേക്കപ്പിന്റെ പേരിൽ പഴി കേട്ടിരുന്നത് പെൺകുട്ടികളാണെങ്കിൽ ഇന്ന് ആൺകുട്ടികളും മേക്കപ്പിന് പിന്നാലെയാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങിക്കൂട്ടുന്നതിൽ സ്ത്രീകളും പുരുഷന്മാരും മത്സരിക്കുകയാണ്. എന്നാൽ മേക്കപ്പ് വസ്തുക്കളുടെ ഗുണമേന്മയെപ്പറ്റി പലരും ചിന്തിക്കാറില്ല. മനുഷ്യന്റെ മൂത്രം മുതൽ എലിയുടെ കാഷ്ടം വരെ മേക്കപ്പ് വസ്തുക്കളിലുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ലണ്ടൻ പോലീസാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കളിലെ വ്യാജന്മാരെ കണ്ടെത്തുന്നതിനു വേണ്ടി ഒരു ക്യാമ്പയിൻ നടത്തിയത്. മേക്കപ്പ് വസ്തുക്കൾ, പെർഫ്യൂം, ഹെയർ സ്റ്റൈലേഴ്സ്, സൺക്രീം എന്നിവയിലാണ് മായം ചേർക്കുന്നതായി കണ്ടെത്തിയത്.
പെർഫ്യൂമിൽ മനുഷ്യന്റെ മൂത്രവും എന്തിനേറെ സയനൈഡ് വരെ ചേർക്കുന്നുണ്ടെന്ന് ലണ്ടൻ പോലീസ് കണ്ടെത്തി. ഐലൈനർ, മസ്കാര, ലിപ് ഗ്ലോസ് എന്നിവയിലെല്ലാം തന്നെ മർക്കുറിയും ലഡും ഒക്കെ ചേർത്തിട്ടുണ്ട്. വ്യാജ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്നത് അധികമായും ഓൺലൈനിലൂടെയാണ്. അതിനാൽ തന്നെ ഓൺലൈനിലൂടെ കോസ്മെറ്റിക് സാധനങ്ങൾ വാങ്ങുന്നവർ ഒന്ന് കരുതിയിരിക്കുക എന്ന മുന്നറിയിപ്പും അവർ നൽകുന്നു. ബാംഗ്ലൂരു നഗരത്തെ പരിഭ്രാന്തിയിലായെത്തി തടാകങ്ങൾ നുരഞ്ഞു പൊങ്ങുന്നത് തുടർക്കഥയാകുന്നു. നഗരത്തിൽ വരത്തൂർ, ബലത്തൂർ തടാകങ്ങളാണ് ആശങ്കയുളവാക്കും വിധം നുരഞ്ഞു പൊങ്ങുകയും അഗ്നികുണ്ഡമായി മാറുകയും ചെയ്യുന്നത്. ചൊവ്വാഴ്ചയോടെ ബലത്തൂർ തടാകത്തിലെ ജലനിരപ്പ് ഉയർന്ന തടാകം കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയതോടെ ആശങ്കയുടെ കൊടുമുടിയിലാണ് പ്രദേശവാസികൾ. നാടിന്റെ സ്വത്തായ ജലസ്രോതസ്സുകൾ നോക്കി നിൽക്കെ നുരയും പതയും ദുർഗന്ധവും വമിക്കുന്ന മറ്റൊരു പദാർത്ഥമായി മാറുന്നത് തെല്ല് ഭയത്തോടെയാണ് പ്രദേശവാസികൾ നോക്കിക്കാണുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് വരത്തൂർ തടാകം നുരഞ്ഞു പൊങ്ങി. പത നിരത്തിൽ 2 ആൾ പൊക്കത്തിന് കുന്നുകൂടി. വാഹനഗതാഗതം സ്തംഭിച്ചു. പ്രദേശത്താകെ ദുർഗന്ധം പരന്നു. കാഴ്ച കാണാൻ കൂടി നിന്നവരിൽ പലർക്കും ദേഹാസ്വാസ്ഥ്യമുണ്ടായി. നഗരസഭ, സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു. പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ കമ്മിറ്റിയെ നിയോഗിച്ചു. ഇതിനു പിറകെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കലിന് സമീപമുള്ള ബലത്തൂർ അമനി തടാകവും നുരഞ്ഞുപൊങ്ങിയത്. ശനിയാഴ്ച രാത്രിയോടെ നുരക്കുമീതെ അഗ്നികുണ്ഡവും രൂപപ്പെട്ടു. കനലരിയും പോലുള്ള പ്രതിഭാസം മണിക്കൂറുകളോളം നീണ്ടുനിന്നു. പിന്നീട് തീ അണഞ്ഞു. തിങ്കളാഴ്ച വീണ്ടും തടാകത്തിൽ തീ കണ്ട് നാട്ടുകാരുടെ പരിഭ്രാന്തി ഇരട്ടിച്ചു. തടാകത്തിലെ പ്രതിഭാസം തുടർക്കഥയായതോടെ മറ്റു തടാകങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത കാട്ടുകയാണ് നഗരസഭ അധികൃതർ. സംശയാസ്പദമായ എന്തെങ്കിലും ജലാശയങ്ങളിൽ കാണുകയാണെങ്കിൽ അധികൃതരെ വിവരമറിയിക്കാൻ പ്രദേശവാസികളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. വിശുദ്ധമായ റമദാനിനോടനുബന്ധിച്ച് ഷഅബാൻ മാസത്തിൽ നടക്കാറുള്ള കഅബ കഴുകൽ ചടങ്ങ് ഇത്തവണ നടന്നില്ല. വിശദമായ റിപ്പോർട്ടുമായി അലി ആർ നഗർ ചേരുന്നു. ഷഅബാൻ മാസം 1 ചൊവ്വാഴ്ച നടക്കേണ്ടിയിരുന്ന കഅബ കഴുകൽ ചടങ്ങ് ഇത്തവണ നടന്നില്ല. ചടങ്ങ് മാറ്റിവെച്ചതായി ട്വിറ്ററിലൂടെ ഹറം കാര്യാലയം അറിയിച്ചു. ചടങ്ങ് മാറ്റിവെച്ചതിന്റെ കാരണം അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. വ്രതാനുഷ്ഠാന മാസമായ റംസാന് മുമ്പ് സാധാരണയായി നടന്നുവരാറുള്ള കഅബ കഴുകൽ ചടങ്ങ് മാറ്റിവെച്ചതായി ഹറം കാര്യ വകുപ്പാണ് അറിയിച്ചത്. ഇനി അടുത്ത ഹിജർ വർഷത്തിലെ ചടങ്ങ് നടക്കുകയുള്ളൂ. ഹിജ്റ വർഷ കലണ്ടർ അനുസരിച്ച് മുഹറം, ഷഅബാൻ മാസങ്ങളിലാണ് കഅബ കഴുകാറുള്ളത്. രാജാവ്, രാജാവിന്റെ പ്രതിനിധികളോ ആണ് ചടങ്ങിന് നേതൃത്വം നൽകുക. രാജാവിന്റെ പ്രതിനിധിയായി മക്ക അമീറാണ് സാധാരണയായി ചടങ്ങിന് നേതൃത്വം നൽകാറുള്ളത്. 45 ലിറ്റർ സംസം വെള്ളവും 50 തോല തായിഫ് പനനീരും കംബോഡിയൻ ഊതും കലർത്തിയ മിശ്രിതം ഉപയോഗിച്ച് പരുത്തി തിന്നുകൊണ്ടാണ് കഅബയുടെ ഉൾവശത്തെ ഭിത്തിയും തറയും കഴുകാറുള്ളത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചര്യ അനുസരിച്ചാണ് കഅബ കഴുകൽ ചടങ്ങ് നടത്തിവരുന്നത്. പ്രവാചകന് ശേഷം ഖലീഫമാരുടെ ചടങ്ങ് തുടർന്നു പോന്നു. ആ സമയത്തൊന്നും കഅബ കഴുകൽ ചടങ്ങിന് ഒരു നിശ്ചിത തീയതി കണക്കാക്കിയിരുന്നില്ല. ആധുനിക സൗദിയുടെ ശില്പി അബ്ദുൽ അസീസ് അൽ സൗദിന്റെ കാലം മുതലാണ് വർഷത്തിൽ 2 തവണ കഅബ കഴുകൽ ചടങ്ങ് തുടർന്നു പോകുന്നത്. അതോടൊപ്പം കഅബയുടെ മൂടുപടമായ കിസ്വമാറൽ ചടങ്ങ് ദുൽഹജ്ജ് മാസവും നടക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 8 അവസാനമായി കഅബ കഴുകിയിരുന്നത്. ജിദ്ദയിൽ നിന്നും KMIC ന്യൂസിനു വേണ്ടി അലി ആർ നഗർ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുളികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന. സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുളികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന. സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. ഇസ്ലാമിക പ്രസാധന രംഗത്ത് മികച്ച കുതിപ്പുകൾ നടത്തുകയാണ് SSF പ്രസാധക വിഭാഗം IPB. അശ്ലീലത പുരണ്ട അക്ഷരങ്ങൾ തുന്നിക്കെട്ടി മാർക്കറ്റ് പിടിക്കുന്ന പുസ്തകാലയങ്ങൾക്ക് മധ്യേ നേരിന്റെ അധ്യായങ്ങൾ സമർപ്പിക്കുകയാണ് IPB. ചുരുങ്ങിയ കാലം കൊണ്ട് 100-ലേറെ പുസ്തകങ്ങൾ ഇതിനു കീഴിൽ പുറത്തിറങ്ങി. നന്മയെ സ്നേഹിക്കുന്ന ഒട്ടേറെ വായനക്കാർ ഇന്ന് IPBയെ പ്രതീക്ഷിക്കുന്നു.
അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുളികയാണി വായന. നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന. സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാലികൾ. ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. വാർത്തകൾ തുടരുന്നു. കാരന്തൂർ മർക്കസിൽ സംഘടിപ്പിക്കുന്ന ഖത്മുൽ ബുഖാരി ആത്മീയ സംഗമത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയാവുന്നു. ഈ മാസം 28-ന് നടക്കുന്ന ചടങ്ങിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ സംബന്ധിക്കും. കഴിഞ്ഞ 30 വർഷമായി സംഘടിപ്പിച്ചുവരുന്ന ഏറ്റവും വലിയ ഹദീസ് സദസ്സ് കൂടിയാണ് ഖത്മുൽ ബുഖാരി സംഗമം. സംഗമത്തോടനുബന്ധിച്ച് ദേശീയ സംസ്ഥാന സഖാഫി മീറ്റുകൾ സംഘടിപ്പിക്കും. ആദർശ കർമ്മശാസ്ത്ര ആത്മീയ രംഗങ്ങളിലെ ആനുകാലിക വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പണ്ഡിത ചർച്ചകളും പ്രബന്ധാവതരണങ്ങളും നടക്കും. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും. സയ്യിദുമാർ, പണ്ഡിതന്മാർ തുടങ്ങിയ മത സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മലപ്പുറം ജില്ലാ ഘടകത്തിനു കീഴിൽ ഈ മാസം 26-ന് മലപ്പുറം ടൌൺ ഹാളിൽ പണ്ഡിത സമ്മേളനം സംഘടിപ്പിക്കും. വൈവാഹിക മേഖലയിൽ പണ്ഡിതർ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിവിധികളും എന്ന ശീർഷകത്തിൽ നിക്കാഹ്, ത്വലാഖ്, ഫസ്ഖ്, ഖുൽഅ്, മുത്അത്ത്, ഇദ്ദ, സ്വയംവരം, മുത്തലാഖ്, ഖിയാർ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. രാവിലെ 10 മണി മുതൽ 2 മണി വരെ നടക്കുന്ന സമ്മേളനം കോട്ടൂർ കുഞ്ഞമ്മു മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. SYS സുപ്രീം കൌൺസിൽ അംഗവും KMIC ചെയർമാനുമായ സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂർ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ വിഷയാവതരണം നടത്തും. സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി, സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ ചെരക്കാപ്പറമ്പ്, പൊന്മള മൊയ്തീൻകുട്ടി ബാക്കവി, തെനാളൂർ അബ്ദുൽ മുസ്ലിയാർ, തെന്നല അബു അനിഹഫൽ ഫൈസി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരമി തുടങ്ങിയവർ സംബന്ധിക്കും. ഇന്ന് സൊലാത്തുനഗർ മഅദിൻ ക്യാമ്പസിൽ നടത്താനിരുന്ന പണ്ഡിത സംഗമം ഈ മാസം 26-ന് നടക്കുന്ന സമസ്ത ജില്ലാ പണ്ഡിത സമ്മേളനത്തിലേക്ക് മാറ്റിയതായി കൺവീനർ ഇബ്രാഹിം ബാക്കവി മേൽമുറി അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ പൊന്നാനി ജുമുഅത്ത് പള്ളിയുടെ സ്ഥാപകനും നവോത്ഥാന നായകനുമായ അശീഖ് സിനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ 508ാമത് ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. വൈകിട്ട് 7 മണിക്ക് നടന്ന സമൂഹ സിയാറത്തിന് ജുമുഅത്ത് പള്ളി മുദരിസ് സയ്യിദ് ഹബീബ് തുറാബ് അസ്സഖാഫി തലപ്പാറ നേതൃത്വം നൽകി. ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം മലപ്പുറം ഖാദി OPM മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി മഖ്ദൂം MP മുത്തുക്കോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ഹംസ സഖാഫി വെളിയങ്കോട് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. തുടർ ദിവസങ്ങളിൽ പ്രമുഖ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ നടക്കും. 16 ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടിയിൽ മൗലിദ് മജ്ലിസ്, ഖത്മുൽ ഖുർആൻ സംഗമം, പ്രാർത്ഥനാ സമ്മേളനം തുടങ്ങിയവയും ഉണ്ടാകും. ജൂൺ 4-ന് പ്രാർത്ഥനാ സമ്മേളനത്തോടെ പരിപാടി സമാപിക്കും. വിശാലമായ പന്തൽ സംവിധാനവും സ്ത്രീകൾക്ക് പ്രത്യേക സൌകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികളായ അബ്ദുള്ള ബാക്കവി ഈയാട്, അമ്മാട്ടി മുസ്ലിയാർ, ഉസ്മാൻ സഖാഫി എന്നിവർ അറിയിച്ചു. മദ്രസയിൽ അധ്യാപകന്റെ പണപ്പിരിവ്, പണം നൽകാത്ത കുട്ടിയെയും പിതാവിനെയും അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചു. ചമ്പാടിനടുത്ത പൊന്ന്യൻപാലം പുഴക്കൽ ഇസ്സത്തുൽ ഇസ്ലാം മദ്രസയിലാണ് സംഭവം. മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ പൊന്ന്യൻപാലത്തെ 6 വയസ്സുകാരനായ മുഹമ്മദ് ഇദാൻ, കുട്ടിയുടെ പിതാവ് മുഹമ്മദ് എന്നിവർ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം മദ്രസ അധ്യാപകനായ അരീക്കോട് സ്വദേശി ഉമ്മർ ക്ലാസിലെ മുഴുവൻ കുട്ടികൾക്കും ഒഴിഞ്ഞ കവർ നൽകിയാണ് വീട്ടിലേക്ക് വിട്ടത്. നാളെ ക്ലാസ്സിൽ വരുമ്പോൾ പണവുമായി കവർ തിരിച്ചു നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. മുഹമ്മദ് ഇദാൻ ഒഴികെയുള്ള കുട്ടികൾ പണമടങ്ങിയ കവർ തിരികെ ഏൽപ്പിച്ചു. എന്നാൽ ഇദാന്റെ കവറിൽ പണമുണ്ടായിരുന്നില്ല. ഇതിലുള്ള ദേഷ്യം തീർക്കാനാണ് അധ്യാപകൻ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത്. ഇത് ചോദ്യം ചെയ്യാനെത്തിയതായിരുന്നു പിതാവ്. ചോദ്യം ചെയ്യാനെത്തിയ മുഹമ്മദിനെയും ഉമ്മർ ആക്രമിക്കുകയായിരുന്നു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മർക്കസ് നോളജ് സിറ്റിക്ക് സ്റ്റേ വാങ്ങുന്നതിനായി ലക്ഷങ്ങൾ മുടക്കിയ കണക്ക് പുറത്തായതോടെയാണ് രക്ഷിതാക്കൾ സംഭാവന നൽകുന്നതിൽ നിന്ന് പിൻവാങ്ങുന്നത്. ഇതിൽ അരിശം പൂണ്ട അധ്യാപകരാണ് അക്രമം അഴിച്ചുവിടുന്നത്. അടിസ്ഥാന വിദ്യാഭ്യാസം എല്ലാവർക്കും എന്ന പ്രമേയത്തിൽ SJM ദേശീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അടുത്ത മാസം 4, 5 തീയതികളിൽ അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമ മുശാവറയും ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യയുടെ അഖിലേന്ത്യാ കൺവെൻഷനും അജ്മീറിൽ ഷെരീഫിൽ വെച്ച് ചേരും. സയ്യിദ് മുഹമ്മദ് മഹ്തിയാർ അജ്മീർ, അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, അലീമുദ്ദീൻ സാഹബ്, ഹാജി മുഹമ്മദ് ഇഖ്ബാൽ ഗുജറാത്ത് എന്നിവർ പങ്കെടുക്കും. SJM അഖിലേന്ത്യാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് മഹ്ദമിയുടെ അധ്യക്ഷതയിൽ അജ്മീറിൽ ചേർന്ന സ്വാഗത സംഘയോഗം
അഖിലേന്ത്യാ സെക്രട്ടറി കാവർക്കട്ട് ഹസ്രത്ത് ഡോക്ടർ ഫാസിൽ സാഹിബ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയുടെ തീരദേശ മേഖലയിലെ ഇസ്ലാമിക സംസ്കരണ, വിദ്യാഭ്യാസ, സേവന, കാരുണ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വാടാനപ്പള്ളി ഇസ്രയുടെ ഹിഫ്ലുൽ ഖുർആൻ ദഅ്വാ കോളേജ് എന്നിവയ്ക്കായി പണികഴിപ്പിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് 5 മണിക്ക് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ പണ്ഡിതർ, സാദാത്തുക്കൾ, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ സംഗമിക്കും. വാടാനപ്പള്ളിയുടെ ബഹുമുഖ വികസനത്തിന്റെ കൈവഴിയാകാൻ പോകുന്ന ഇസ്രയുടെ കെട്ടിടോദ്ഘാടന പരിപാടിയുടെ സമാപനം കുറിച്ച് നാളെ ഉമർ ഖാദി നഗറിൽ പ്രവാചക പ്രകീർത്തന സദസ്സുകളിലെ ഇമ്പമാർന്ന സാന്നിധ്യമായ അഹമ്മദ് നബീൽ ബാംഗ്ലൂർ, നയത്തെ ഷെരീഫും, ഷാഫി സഖാഫി കോഴിക്കോട്, ഇബ്രാഹിം ഫാദിലി കല്ലൂർ എന്നിവരുടെ നേതൃത്വത്തിൽ ബുർദ മജ്ലിസും നടക്കും. തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. ഇനി KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്ക്. ഒരു ഇടവേളയ്ക്ക് ശേഷം KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് നമ്മോടൊപ്പം ചേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുനിരായ ഉസ്താദ് അവർക്ക് KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിലേക്ക് സ്വാഗതം. പവിത്രമായ വിശുദ്ധ റമദാൻ ആഗതമാവാനിരിക്കുകയാണ്. ഷഅബാനിന്റെ ദിനരാത്രങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും KMIC റേഡിയോ സംവിധാനങ്ങളിലൂടെയും നിരവധി ആളുകൾ അങ്ങയുടെ വാക്കുകൾക്കായി കാതോർക്കുകയാണ്. എന്താണ് അവർക്ക് നൽകാനുള്ള സന്ദേശം? റജബ്, ഷഅബാൻ എന്നീ മാസങ്ങളിൽ പ്രത്യേകമായി ബറക്കത്ത് ചോദിച്ചുകൊണ്ട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. റജബിൽ ചോദിക്കാൻ പ്രധാനമായ കാരണം മെഹറാജ് ഉണ്ടായ മാസം റജബായതുകൊണ്ട് റജബിന് വളരെയധികം പ്രാധാന്യമുണ്ടായി. ഷഅബാൻ മാസത്തിന് പ്രത്യേകത പലതും ഉണ്ട്. അതിൽ ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹു തആലയും അവന്റെ മലായികത്തും സ്വലാത്ത് നിർവഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് നിർവഹിക്കണം എന്ന് പഠിപ്പിക്കുന്ന ആയത്ത് അവതരിച്ചത് ഷഅബാനിലാണ്. ഈ കാരണം കൊണ്ട് തന്നെ ഷഅബാൻ വളരെ പുണ്യമായ മാസമായി. കൂടാതെ ലൈലത്തുൽ ബറാഅത്ത് എന്ന 15ാം രാവ് അത് പുണ്യമുള്ള രാവാണെന്നതിൽ ആർക്കും തർക്കമില്ല. അതിലുള്ള പ്രത്യേക ചില ഇബാദത്തുകളും സംഗതികളും പറയുമ്പോൾ തർക്കം പറയുന്നവരും ആ രാവിന് മഹത്വമുണ്ട് എന്നതിൽ തർക്കം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പുണ്യമായ ആ രാവ് നിലകൊള്ളുന്നതും ഷഅബാനിലാണ്. വിശുദ്ധ ഖുർആനിന്റെ വരവേൽപ്പ് ആണ് ഷഅബാനിലൂടെ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിരക്ക് പുണ്യമാസമായ റമദാനിന്റെ ഒരു ആമുഖം എന്ന നിലക്ക് ഷഅബാൻ മാസത്തിന് പുണ്യം ധാരാളമുണ്ട്. അങ്ങനെ ഷഅബാനിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പ്രത്യേകമായ ഒരുക്കങ്ങൾ നടത്തുകയും റമദാനിനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ സ്വലാത്തിന്റെ ആയത്തിറക്കുകയും അതുപോലെ നിരവധി മഹത്വങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട മാസമാണ് ഷഅബാൻ. ഒരു ഹദീസിൽ ഷഅബാൻ ശഹരി, ഷഅബാൻ എന്റെ മാസമാണ് എന്ന് വരെ പറഞ്ഞതായി കാണാൻ കഴിയും. ആകയാൽ ഈ മാസത്തെ പ്രത്യേകമായി മുസ്ലിം ലോകം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു വരുന്നു. അല്ലാഹു നമുക്കെല്ലാവർക്കും ഈ പുണ്യമാസത്തിൽ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനും ബഹുമാനിക്കാനും ഹക്കുകൾ വീട്ടാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.